പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ ഈ സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ക്യാമറമാൻ നമ്മുടെ ഷൈജു ഖാലിദ്, മ്യൂസിക് ഡയറക്ഷൻ വിഷ്ണു വിജയ്, പിന്നെ കാസ്റ്റ് പറയണ്ടല്ലോ ബേസിൽ സൗബിൻ ഷഹീർ. അങ്ങനെ നമ്മളെ ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലോട്ട് നമ്മളെ ആകർഷിച്ച് അതിലോട്ട് വലിച്ച് അടുപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഈ സിനിമ കാണാൻ ഇതിനേക്കാൾ പുറമെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ ഫീച്ചർ ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേട്ടത് യൂട്യൂബിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. തൂമ്പ എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. ആ ഷോർട്ട് ഫിലിം കണ്ട സമയത്ത് അതിന്റെ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കോമഡി, വളരെ എന്റർടൈനിങ് ആയിട്ട് നമുക്ക് എൻഗേജിങ് ആയിട്ട് എടുത്തു വെക്കാൻ ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ബേസിൽ തന്നെ പറയുന്നുണ്ടായി, അദ്ദേഹം ഈ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷമാണ് ഈ സിനിമയിലോട്ട് വേണ്ടിയുള്ള ഡേറ്റ് അദ്ദേഹത്തിന് നൽകിയത്. ആ ഒരു എലമെന്റ് അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ഡാർക്ക് കോമഡി ജോണറിൽ വരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. അത് 100% ഡെലിവർ ആവുന്ന തരത്തിലാണ് സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ജോണർ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് പ്രാവൻകൂടി ഷാപ്പ്. എനിക്ക് നല്ല രീതിയിൽ വർക്കായ സിനിമയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയ ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ തിരക്കഥ തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല കഥ പല സമയത്തും സഞ്ചരിക്കുന്നത്. ഒരുപാട് സമയത്ത് ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഈ സീൻ കൊണ്ട് ഉദ്ദേശിച്ച് ഇന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ സീക്വൻസ് കൊണ്ട് അവർ ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്ന ആ ത്രില്ലർ ഘടകം ഇതാണെന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം ഞങ്ങൾ തമ്മിലുണ്ടായി. പക്ഷെ അത് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഥയാണ് സിനിമയ്ക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള, നമുക്ക് ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ത്രില്ലർ മൂവി ട്രീറ്റ്മെന്റ് ആണ് സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. പല ഫ്ലേവറുകൾ നമുക്ക് എന്താ പറയാ, ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമകളിൽ ഈ കോമഡി കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പലയിടത്തും ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ട് അത് വർക്കൗട്ട് ചെയ്തെടുക്കാനും നമ്മുടെ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ആരുടെ സൈഡിൽ നിന്ന് ഈ സിനിമ കാണണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരുടെ സൈഡിൽ നിന്ന് വേണമെങ്കിലും ഈ സിനിമ മുന്നോട്ട് പോകുന്ന ആ ഒരു കഥാതന്തു അനുസരിച്ച് ആരുടെ കൂടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്, സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ റെസൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ഗസ് ചെയ്യുന്നതിനപ്പുറം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസാനമാണ് സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് എല്ലാ പ്രേക്ഷകർക്കും, അതായത് ഒരു ജനറൽ സിനിമ ലവേഴ്സിന് മൊത്തത്തിൽ ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാലും സിനിമയെ ഒരു പ്രത്യേക ഒരു എന്റർടൈൻമെന്റ് ഘടകമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ വളരെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു സിനിമാ പ്രേമി ഉണ്ട്, അതായത് ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സിനിമകൾ അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കാവുന്ന സിനിമയാണ് പ്രാവൻകൂടി ഷാപ്പ്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഘടകം ഷൈജു ഖാലിദ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ക്യാമറ വർക്കുകളാണ്. ഇതിൽ ഒരു പ്രത്യേക സീനിൽ ഒരു ചേസിങ് സീക്വൻസ് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് ആ സാധനം വന്നിട്ടുള്ളത്. അത് തിയേറ്ററിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഒരു ബസ് വേഴ്സസ് സ്കൂട്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ചേസിങ് ആണ്. അതെനിക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത രീതി വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്യാമറ വർക്ക് പലയിടത്തും ഈ നൈറ്റ് വിഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷാഡോ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടല്ലോ, ഷാഡോ പ്ലസ് ഈ ഫ്യൂംസ് അല്ലെങ്കിൽ മഞ്ഞ് ഘടകങ്ങൾ അല്ലെങ്കിൽ പുക പടലങ്ങൾക്കിടയിലൂടെ ഷാഡോ വന്നിട്ട് അത് പ്രസന്റ് ചെയ്യുന്ന രീതി പല ഹോളിവുഡ് സിനിമകളിലും കാണുന്ന തരത്തിലുള്ള നൈറ്റ് വിഷ്വൽസ് അടങ്ങിയിട്ടുള്ള ഒരു പക്ക ഡീസന്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നന്നായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ് പ്രാവൻകൂടി ഷാപ്പ്. നിങ്ങൾ ഇത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.